യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ ആരാക്കും? ഇന്ന് വാർത്തകളിൽ നിറഞ്ഞു നിന്നത് ഇതുതന്നെയായിരുന്നു. ഞാൻ പ്രേക്ഷകരെ അതിനു മുൻപ് യൂത്ത് കോൺഗ്രസിന്റെ രൂപീകരണ കാലഘട്ടത്തിലേക്ക് ഒന്ന് കൊണ്ടുപോവുകയാണ്. അതായത് 1967 മൂന്നാം നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് കോൺഗ്രസിനേറ്റത് കനത്ത പരാജയമായിരുന്നു. ആകെയുള്ള 133 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് ജയിച്ചത് വെറും 9 സീറ്റിൽ. 1965 നടന്ന തെരഞ്ഞെടുപ്പിൽ നേടിയ 36 നിന്ന് കോൺഗ്രസ് 4-1 ചുരുങ്ങി. ഇന്നത്തെ പോലെ അന്നും കേരള കോൺഗ്രസിന് ഒപ്പമല്ല കോൺഗ്രസ് നിന്നിരുന്നത്. കാരണം കോൺഗ്രസ് പിളർന്ന് കേരള കോൺഗ്രസ് ജനിച്ചിട്ട് 3 വർഷം കഴിഞ്ഞതേയുള്ളൂ. കെ കരുണാകരൻ കോൺഗ്രസ് കക്ഷി നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തിരിച്ചടി തന്നെയായിരുന്നു. മുകുന്ദപുരത്തു നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പനമ്പള്ളി ഗോവിന്ദമേനോനായിരുന്നു കേരളത്തിൽ നിന്നുള്ള ഏക കോൺഗ്രസ് MP. ആ സമ്പൂർണ്ണ തോൽവിക്ക് ശേഷം പിന്നീട് 1968 യൂത്ത് കോൺഗ്രസ് എന്ന രൂപീകരണത്തിലേക്ക് കടക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ ആദ്യ സംസ്ഥാന സമ്മേളനം പാലക്കാട് നടന്നു. AK ആന്റണി ആയിരുന്നു സംസ്ഥാന പ്രസിഡന്റ്. AC ഷൺമുഖദാസും N രാമകൃഷ്ണനും ജനറൽ സെക്രട്ടറിമാരായി, AC ജോസ് ട്രഷററായി, ഒപ്പം യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറിയായി വയലാർ രവിയും ഉണ്ടായിരുന്നു. ആദ്യ സമ്മേളനത്തിലെ പ്രമേയം അത് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു. പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധി തന്റെ നിലപാടുകൾ വരെ തിരുത്താൻ ഈ പ്രമേയം കൊണ്ട് കാരണമായി എന്നുള്ളതാണ് പിന്നീട് ചരിത്രം തെളിയിച്ചിട്ടുള്ളത്. അതിവയാണ്. അതായത് സ്വകാര്യ ബാങ്കുകൾക്കെതിരെ ദേശസാൽക്കരിക്കപ്പെടണം, നാട്ടുരാജാക്കന്മാർക്ക് പ്രിവി പേഴ്സ് നൽകുന്നത് അവസാനിപ്പിക്കണം, സ്വകാര്യ വനഭൂമികൾ ദേശസാൽക്കരിക്കണം, ഇന്ത്യ കോമൺവെൽത്ത് അംഗത്വം ഉപേക്ഷിക്കണം. ഈ പ്രമേയങ്ങൾ പലതും പിന്നീട് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി നടപ്പാക്കിയെന്നത് അന്നത്തെ യുവ നേതൃത്വത്തിന്റെ ഇച്ഛാശക്തിയും ഉൾക്കാഴ്ചയുമാണ് കാണിക്കുന്നത്. പിന്നീട് നിർവീര്യമായി പോയ കോൺഗ്രസിന് യുവതുർക്കികൾ പുതുജീവൻ നൽകി. നാട് മുഴുവൻ നടന്ന കമ്മിറ്റികൾ ഉണ്ടാക്കി, സംഘടന കെട്ടിപ്പടുത്തു. പിന്നീട് 1970 യൂത്തിന്റെ വിജയം വെന്നിക്കൊടി പാറിക്കുന്നത് തന്നെയായിരുന്നു. അതായത് 1970 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ AK ആന്റണി, ഉമ്മൻചാണ്ടി, AC ഷൺമുഖദാസ്, N രാമകൃഷ്ണൻ, കോട്ടറ ഗോപാലകൃഷ്ണൻ എന്നിവർ നിയമസഭയിലെത്തി. 5 പേരും 30 വയസ്സിൽ താഴെ പ്രായമുള്ളവർ. കൊട്ടാരക്കരയിൽ നിന്ന് ബാലകൃഷ്ണപിള്ളയെ അട്ടിമറിച്ച കോട്ടറയുടെ വിജയം രാഷ്ട്രീയ കേരളത്തിൽ അന്ന് വരെ കണ്ടതിൽ വെച്ചതിൽ ഏറ്റവും വലിയ അത്ഭുതമായിരുന്നു. കഴിഞ്ഞില്ല. AC ജോർജ് മുകുന്ദപുരത്ത് നിന്ന് ലോക്സഭയിലെത്തി, കേന്ദ്രമന്ത്രിയായി. AICC സമ്മേളനത്തിൽ വയലാർ രവി കോൺഗ്രസിന്റെ പരമോന്നത കമ്മിറ്റിയായ പ്രവർത്തക സമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ഈ യുവതുർക്കികൾ പലരും പിന്നീടുള്ള പിളർപ്പുകളിൽ പല ചേരികളിൽ എത്തിയെങ്കിലും കോൺഗ്രസ് ശക്തമായി തന്നെ നിലനിന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. 4 പേരിൽ നിന്ന് 70 പേരിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിത്വം പിന്നീട് പോയത് കാലഘട്ടം അല്ലെങ്കിൽ ചരിത്രം അത് തിരുത്തിയെഴുതി. AK ആന്റണിയുടെ കാലത്തെ 4 സംസ്ഥാന ഭാരവാഹികളിൽ നിന്ന് ഒരു പ്രസിഡന്റും 7 വൈസ് പ്രസിഡന്റുമാരും 27 ജനറൽ സെക്രട്ടറിമാരും 35 സെക്രട്ടറിമാരും ഉൾപ്പെടെ 70 പേരുടെ സംസ്ഥാന കമ്മിറ്റിയായി യൂത്ത് കോൺഗ്രസ് വളർന്നിരുന്നു. അന്നത്തെ ദേശീയ സെക്രട്ടറി വയലാർ രവി KSU രൂപീകരിച്ച ഒരാളായിരുന്നുവെങ്കിൽ മലമ്പുഴയിൽ കണ്ട ദേശീയ സെക്രട്ടറിമാരെ പലർക്കും മനസ്സിലായില്ല. ഇന്ദിരാഗാന്ധിക്ക് ബാങ്ക് ദേശസൽക്കരണത്തിന് വഴികാട്ടി പ്രമേയം അവതരിപ്പിച്ച സംഘടനയുടെ ഇന്നത്തെ അവസ്ഥ ആരോപണങ്ങൾ കൊണ്ട് ശോഭ കെടുത്തിയിരിക്കുന്നു. നമുക്ക് നോക്കാം യൂത്ത് കോൺഗ്രസിനെ നയിക്കാൻ വരുന്നത് ആര് എന്നുള്ളത്. യൂത്ത് കോൺഗ്രസിനെ നയിക്കാൻ ബിനു ചുള്ളിയലിനായി ചരടുവലികൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ബിനു ചുള്ളിയലിന് പ്രധാനമായ അനുകൂലമായ ഘടകം സാമുദായിക പരിഗണനയാണ്. പാർട്ടി നിർദ്ദേശപ്രകാരം നേരത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിന്ന ഒരാളാണ് ബിനു ചുള്ളിയൽ എന്ന് പറയുന്നത്. ബിനു ചുള്ളിയലിനായി KC വേണുഗോപാൽ അതിൽ പ്രധാനമായും ബിനുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. ഇപ്പോൾ ബിനു ചുള്ളിയലിന്റെ പേര് പ്രഥമ പരിഗണന ലിസ്റ്റിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. മറ്റൊന്ന് അഭിജിത്താണ്. KM അഭിജിത്ത് KSUവിലെ മികച്ച പ്രവർത്തനം, സാമുദായിക ഘടകങ്ങൾ എല്ലാം അനുകൂലമാണ്. MK രാഘവന്റെ പിന്തുണയുണ്ട്. മറ്റു മുൻനിര നേതാക്കളുടെ പിന്തുണയില്ല. നിലവിൽ KSUവിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റാണ് KM അഭിജിത്ത് എന്ന് പറയുന്നത്. യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃനിരയിലേക്ക് വന്നേക്കുമെന്ന് കരുതിയിരുന്നുവെങ്കിലും അവസാന നിമിഷം അഭിജിത്ത് തഴയപ്പെടുകയാണ് ഉണ്ടത്. അഭിജിത്തിനോട് നീതി കാണിച്ചില്ല എന്ന വികാരം പ്രധാനപ്പെട്ട നേതാക്കൾക്കൊക്കെ ഉണ്ട്. ഒരു പക്ഷെ അത് അഭിജിത്തിന് ഗുണം ചെയ്യും. അതുപോലെ തന്നെ സാമുദായിക സമവാക്യങ്ങളും അഭിജിത്തിന് അനുകൂലമാണ്. പക്ഷേ നിലവിലെ കമ്മിറ്റിയിൽ ഇല്ല എന്നുള്ളതാണ് അഭിജിത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായി ഒരു തടസ്സമുള്ളത്. അഭിജിത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നത് MK രാഘവനാണ്.
കോൺഗ്രസിന്റെ കരുത്തുറ്റ നേതാക്കളിൽ ഒരാളാണ്. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ഈ അഭിജിത്തിനായിട്ട് കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. മറ്റൊരാൾ അബിൻ വർക്കിയാണ്. അബിൻ വർക്കിയുടെ പേരും വലിയ രീതിയിൽ ഉയർന്നു വരുന്നുണ്ട്. അതായത് അബിൻ വർക്കിക്ക് അനുകൂലമായി എടുത്തു പറയുന്നത് സംഘടനാ തെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനമാണ്. സാമുദായിക ഘടകങ്ങൾ എല്ലാം അബിനൊപ്പമുണ്ട്. അബിൻ വർക്കിക്കായി മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല നേരിട്ട് രംഗത്ത് വരുന്ന സാഹചര്യം. അബിനെ സംസ്ഥാന അധ്യക്ഷനാക്കണമെന്നുള്ള ആവശ്യമുയരുന്നു. മുൻപ് അബിൻ വർക്കി അതായത് മത്സരിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടം അബിൻ വർക്കി തമ്മിലുള്ള പോരായിരുന്നു. അത് വലിയ തലത്തിൽ അബിൻ വർക്കിക്ക് മേൽക്കൊയ്മ നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഈ 3 പേരാണ് പ്രധാനമായും ഉള്ളത്. അതായത് അബിൻ വർക്കിയെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ടത് നിലവിൽ അദ്ദേഹം KPCC അംഗം കൂടിയാണ്, യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറിയാണ്. സാമുദായിക ഘടകങ്ങൾ എതിരാവും. സംഘടനാ തെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനം അനുകൂല ഘടകമാണ്. സംഘടനാ തലത്തിൽ രാഹുൽ ഗാന്ധി തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു യുവ നേതാവാണ് അബിൻ വർക്കി. നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ ഉപാധ്യക്ഷനാണ് അബിൻ വർക്കി. സംസ്ഥാന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ 1,60,000 വോട്ട് അന്ന് അബിൻ വർക്കി നേടി. അതുകൊണ്ട് തന്നെ അബിൻ വർക്കിക്ക് അത് അനുകൂലമായ ഒരു ഘടകമാണ്. പക്ഷേ സാമുദായിക ഘടകങ്ങൾ പരിഗണിച്ചപ്പോൾ തിരിച്ചടിയാകും എന്നതാണ് ഒരു വിലയിരുത്തൽ. KPCC പ്രസിഡന്റും മഹിളാ കോൺഗ്രസ് അധ്യക്ഷയും KSU അധ്യക്ഷനും ന്യൂനപക്ഷ സമുദായക്കാരാണ് എന്നതാണ് അബിന്റെ സാധ്യത കുറയ്ക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അങ്ങനെ ഈ 3 പേരുടെ പട്ടികയാണ് നിലവിലുള്ളത്. ഈ 3 പേരുകൾ ഹൈക്കമാൻഡിന്റെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവരിൽ ആരായിരിക്കും യൂത്ത് കോൺഗ്രസിനെ നയിക്കുക എന്നുള്ളതാണ് ഏറ്റവും എടുത്തു നോക്കേണ്ടത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് നൽകാൻ KR സാജു ഉണ്ട് തിരുവനന്തപുരത്ത് നിന്നും. KR സാജുവിലേക്ക് പോകുമ്പോൾ, സാജു നോക്കൂ, യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ നിൽക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളുണ്ട്. സംഘടനാ തലത്തിൽ താഴെത്തട്ടിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ വളരെ മോശം പ്രകടനമായിരുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. പ്രത്യേകിച്ച് PJ കുര്യൻ അടക്കം ACCയുടെ തന്നെ മുതിർന്ന നേതാവായ PJ കുര്യൻ അടക്കം ഇക്കാട്ടത്തിൽ വലിയ രീതിയിലുള്ള വിമർശനം ഈ യൂത്ത് കോൺഗ്രസിന്റെ ക്യാമ്പിൽ തന്നെ ഉയർത്തിയൊരു സാഹചര്യമാണ്. നമ്മളിപ്പോൾ പറഞ്ഞ ഈ 3 പേർക്കും എത്രത്തോളം സാധ്യതയാണ് അധ്യക്ഷ പദവിയിലേക്കുള്ളത്? മറ്റു വിവരങ്ങൾ. അശ്ലീല സന്ദേശ വിവാദത്തിൽ കുടുങ്ങി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിന് പടിയിറങ്ങേണ്ടി വന്നിരിക്കുന്നു. പകരം ആരാണ് എന്നതാണ് ചോദ്യം. പ്രധാനമായും 3 പേരുകളിൽ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിനുള്ളിലും കോൺഗ്രസ് നേതൃത്വത്തിലും ചർച്ച നടക്കുന്നത്. ഇതിൽ ഏറ്റവും രസകരമായ സംഭവം എന്ത് എന്ന് ചോദിച്ചാൽ, പതിപോലെ തന്നെ ഗ്രൂപ്പുകളും നേതാക്കളും തങ്ങളുടെ ഇഷ്ടക്കാരെ ഈ പദവിയിൽ പ്രതിഷ്ഠിക്കാനായി രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർ തങ്ങളുടെ ഇഷ്ടക്കാർക്ക് വേണ്ടിയുള്ള ചരടുവരികൾ നടത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. KC വേണുഗോപാൽ പക്ഷം ബിനു ചുള്ളിയിലിനായി എത്തിയിരിക്കുന്നു. ആലപ്പുഴയിൽ നിന്നുള്ള നേതാവ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറി. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് അദ്ദേഹം ദേശീയ സെക്രട്ടറിയായി മാറിയിരിക്കുന്നത്. പല ഘടകങ്ങളും ബിനു ചുള്ളിയിലിന് അനുകൂലമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒന്ന്, അദ്ദേഹത്തിന്റെ സാമുദായിക പ്രാതിനിധ്യം പരിശോധിച്ചാലും നൽകാനാവും. കാരണം കോൺഗ്രസിന്റെയും KSUവിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും ഒക്കെ അധ്യക്ഷ പദവിയിൽ ഉള്ളത് ഇപ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ്. സ്വാഭാവികമായും സാമുദായിക പ്രാതിനിധ്യം പരിഗണിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിനെ അപ്പോൾ മുന്നോക്ക സമുദായത്തിൽ നിന്നുള്ള ആൾക്ക് നൽകേണ്ടി വരും. അത് ബിനു ചുള്ളിയിലിന് അനുകൂലമാണ്. ഒപ്പം KC വേണുഗോപാലിന്റെ പിന്തുണയുണ്ട്. മാത്രമല്ല, യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം മത്സരിക്കാതെ മാറി നിന്നു എന്ന അനുസരണം കാട്ടിയ കുട്ടിയാണ് യഥാർത്ഥത്തിൽ ബിനു ചുള്ളിയിൽ. അതും ബിനു ചുള്ളിയിലിന് അനുകൂലമായ ഘടകമായി മാറുന്നുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാന നേതൃത്വത്തിലാണ് പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ദേശീയ നേതൃത്വത്തിൽ ഒരാളെ ഇവിടെ സംസ്ഥാന അധ്യക്ഷനാക്കുന്നു എന്നതിനും മറ്റ് തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ബിനു ചുള്ളിയിലിന് ഒരു മുൻതൂക്കമുണ്ട്. മറ്റൊരു പേരായി പരിഗണിക്കപ്പെടുന്ന KM അഭിജിത്തിനാണ്. KM അഭിജിത്ത് KSUവിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷനാണ്. അതുപോലെ NSU നേതൃത്വത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. മികച്ച രീതിയിലുള്ള സംഘടനാ പ്രവർത്തനം KSU അധ്യക്ഷനായിരിക്കെ നടത്തിയ KM അഭിജിത്തിനെ പിന്നീട് പാർട്ടി ഒരു പദവികളിലേക്കും പരിഗണിച്ചിരുന്നില്ല. അതൊരു അനീതിയാണ് എന്ന അഭിപ്രായം. അങ്ങനെ ഒരുപാട് അനീതികൾ ഇങ്ങനെ 3 പേർക്കും പല കാരണങ്ങൾ കൊണ്ട് പറയുന്നുണ്ട്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം ആരാണ് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത് എന്ന്.